കോൺഗ്രസ് ആദ്യമായി കുറച്ച് ദീർഘദൃഷ്ടിയോടുകൂടി ഇന്റലിജന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തു വെച്ചത് ഈ ഇലക്ഷനില്ല. കാര്യം ജയിച്ചാലും തോറ്റാലും മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന ന്യായം പറയാനുള്ള കാരണങ്ങൾ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മാസം മുമ്പേ അജിംസ് നിങ്ങളുടെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ആദ്യമായിട്ടാണ് ദീർഘദൃഷ്ടിയോടുകൂടി ഒരു കാര്യം ഇവിടെ ചെയ്തു വെക്കുന്നത്. അക്കാര്യത്തിൽ കോൺഗ്രസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് ഇപ്പം തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ തോൽവിക്ക് ഒരു ന്യായീകരണമായി നിങ്ങൾ പറയുന്ന ഒരു കാരണമായിട്ടാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചോരി എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇനിയും മുമ്പോട്ട് പോകാൻ പോകുന്നതെങ്കിൽ, ഈ കോൺഗ്രസ് മുമ്പോട്ട് പോകാൻ പോകുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ ഭാവിയെ പറ്റി നമുക്കൊന്നും പറയാനുണ്ടാവില്ല, ഒന്നും പറയാനില്ല. ഇനി ഒറ്റ കാര്യം കൂടെ നോക്കൂ. വളരെ നിർണായകമായ രാഹുൽ ഗാന്ധി മുമ്പിൽ നിന്ന് നയിച്ച വലിയ യാത്രയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വളരെ നിർണായകമായ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നതാണ് രാഹുൽ ഗാന്ധി അടുത്ത ഫ്ലൈറ്റും പിടിച്ച് ഇവിടുന്ന് സ്ഥലം വിട്ടു കഴിഞ്ഞു. ഈ പാവൻ രാജു പി നായരെ പോലുള്ളവരെ ഈ മീഡിയയുടെയും സമൂഹത്തിന്റെ ഷാബു പ്രസാദ്, അങ്ങയുടെ കൈവശം ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കണക്ക് വായിക്കാം. ഞാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കണക്ക് വായിക്കാം. 1ാം ഘട്ടത്തിൽ 3,75,13,302 വോട്ട്. 2ാം ഘട്ടത്തിൽ 3,70,70,13,556 വോട്ട്. 3,70,13,556 വോട്ട്. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ആകെ പോൾ ചെയ്ത വോട്ട്. അത് ടോട്ടൽ വോട്ടർമാരെക്കാൾ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ 7 കോടിയിലധികമാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ വിശദീകരിക്കട്ടെ, എത്ര എനിക്ക് പറയാനുണ്ട്. എന്തായാലും അവിടെ 3,66,000, ഒരു വശത്ത് 66% എന്ന് പറയുന്നു, മറ്റു വശത്ത് അപ്പം 100. ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ള കണക്കാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കണ്ടില്ല. എന്തായാലും ആയിരിക്കാം, ചിലപ്പോൾ ശ്രീ ഷാഹു പ്രസാദ്, ബീഹാറിൽ മൊത്തമായിട്ട് എത്ര വോട്ടർമാരുണ്ടെന്ന് ഷാഹു പ്രസാദ് പറയാമോ? 3 കോടിയിലധികം അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ 100% മേളിൽ പോൾ ചെയ്തു. അതൊരു വലിയ കാര്യമാണ്, വലിയ ചെറിയ ഇഷ്യൂ അല്ല. അത് തീർച്ചയായും കോൺഗ്രസും മീഡിയ വൺ അടക്കമുള്ളവരെ ഉന്നയിച്ച് നാളെ തന്നെ കോടതിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നാളെ. ഓക്കെ, എന്തായാലും ഷാബു പ്രസാദിന് അതിൽ പ്രശ്നമൊന്നുമില്ല, BJPക്ക് അതിൽ പ്രശ്നമില്ല. ഞാൻ ഷാബു പ്രസാദിന്റെ വാട്സപ്പിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി പരിശോധിച്ചാൽ വിലയിരുത്താം. രാജു പി നായർ, ഇത്രയും വലിയ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ശ്രീ രാജു പി നായർ, ഇത്രയും ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് ശരി, അത് ഓക്കെയാണ്, മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളാണ് വോട്ട് ചോരിയുടെ പുറകെ ഉള്ളത്, നിങ്ങളാണ് അത് ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ഈ കാര്യം 2ാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ അത് ഫ്ലാഗ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോൽക്കാനുള്ളതാണ്, ഹരിയാന ആവർത്തിക്കാനുള്ളതാണ്, നിങ്ങൾ പാതി വഴിയിൽ ഈ പോരാട്ടം ഉപേക്ഷിച്ചോ? ഇല്ല, ഒരിക്കലും. ഇവിടെ ശ്രീ ഷാഹു പ്രസാദ് ഈ ഒഴിഞ്ഞു മാറുന്നത് പലപ്പോഴും ഒരു സൗകര്യപൂർവ്വം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്കളെയും വന്ന് TV ചർച്ചകളിൽ നിന്ന് ന്യായീകരിക്കുന്നത് ഇതേ BJP ആണ്. ഷാഹു പ്രസാദ് ഉറപ്പിച്ചോടെ പറയേണ്ടത്, ബീഹാറിലെ SIR-ഉം എല്ലാം കഴിഞ്ഞാൽ ഈ ഫൈനൽ വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എത്ര വോട്ടുകളാണ് ഉണ്ടായിരുന്നത് ബീഹാറിൽ? 7,42,00,000 വോട്ടുകൾ. ആ 7,42,00,000 വോട്ടുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 7,45,00,000 ആയത്? 7,45,00,000 എന്ന് പറയുമ്പോൾ 66.95% വോട്ടിംഗ് നടക്കുമ്പോൾ അത് എത്ര വരണമെന്ന് കൂടി നിങ്ങൾ കണ്ടെത്തുക. ഇനി കോൺഗ്രസ് പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങയുടേത്. ശരി, അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തെറ്റാണ് പറ്റിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത് മാറ്റി എഴുതിയണ്ടേ? ഒരു തെറ്റ് സംഭവിച്ചു, അതിനകത്ത് ഇതാണ് എന്ന് പറഞ്ഞ് തിരുത്തണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയായിട്ടുള്ള എന്തെങ്കിലും രേഖ ഷാബു പ്രസാദിന്റെ കയ്യിലുണ്ടോ? അജിംസിന്റെ കയ്യിലുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിൽ ആ സംസ്ഥാനത്ത് ആകെ ഉണ്ടായിരുന്ന 18 വയസ്സിനു മേലെയുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ, ജനസംഖ്യ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ വോട്ടർ ലിസ്റ്റിൽ പേര് വന്നത് നമുക്കറിയാലോ. 7.47 കോടി എങ്ങോട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഒരേ പാറ്റേണിൽ മുഴുവൻ തട്ടിപ്പാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഇന്ന് 36 അതുകൊണ്ട് ആ സീറ്റിലേക്ക് തകർന്നടിയുമ്പോൾ പോലും തേജസ്വി യാദവിന് RJD കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനം 22 പോയിന്റ് സംതിങ് ആണ്.
22% മേലെ വോട്ട് നേടിയ തേജസ്വി RJD തകർന്നടിഞ്ഞു പോവുകയാണ്. 30-ന് പോവുകയാണ് ഇല്ലേ? 20% വോട്ട് കിട്ടുന്ന, അതിനേക്കാൾ കുറവ് വോട്ട് കിട്ടുന്ന മറ്റു പാർട്ടികൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ എപ്പോഴും ശതമാനക്കണക്കനുസരിച്ച് സീറ്റ് വിജയിക്കണമെന്നുള്ള പറയുന്നത് എനിക്ക് ന്യായമില്ല. തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടോ. പക്ഷേ ഇത്രയും വലിയൊരു ശരാശരി എടുത്തുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അസ്വാഭാവികതയുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി പ്രശ്നം എന്താണ് അജിംസെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെ? എത്രമാത്രം ആധികാരികതയോടെ, എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ. ബ്രസീലിയൻ യുവതിക്ക് ഹരിയാനയിൽ വോട്ടുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇല്ലേ? അവിടെ തെറ്റായിട്ട് വന്നാൽ തിരുത്തേണ്ടത് ആരായിരുന്നു? തെറ്റായിട്ട് വന്നാൽ മറുപടി പറയേണ്ടത് ആരാണ്? ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട 3 സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കും ഈ നിമിഷം വരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടടുത്ത് നിന്ന് ഒളിച്ചോടുമ്പോൾ ഇത് കൃത്യമായിട്ട് ഒരേ പാറ്റേണിൽ ഈ രാജ്യത്ത് നടക്കുന്ന അട്ടിമറിയാണ്. ജനങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാൻ കരുതുന്നില്ല ബീഹാറിൽ പോയ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ചിലപ്പോൾ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം, എക്സിറ്റ് പോളുകളൊക്കെ വെച്ച് പറയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു കണക്കിലെ പൊരുത്തക്കേട് കണ്ടാൽ ബീഹാറിൽ പോയ ഒരു മാധ്യമപ്രവർത്തകന് പോലും ഈ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് സത്യസന്ധമാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഗ്ലെയറിംഗ് ആയിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്.